ഇന്ത്യക്കിത് സന്തോഷ നിമിഷം, ആഹ്ലാദ നിമിഷം. ആ തെരുവുകളിൽ ആനന്ദ നൃത്തം കാണാം, ആളുകൾ വലിയ രീതിയിൽ ആഘോഷിക്കുന്ന കാഴ്ച കാണാം. നേരത്തെ 2020 ലോക കിരീടം നേടിയപ്പോഴും നമ്മൾ കണ്ടതാണ് എത്ര കണ്ട് ഇന്ത്യൻ ജനത, ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ഈ നിമിഷം കാത്തിരിക്കുകയായിരുന്നു എന്നുള്ളത്. ആ ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന. വലിയ പതാകകളേന്തി ആളുകൾ അതിൻ്റെ ട്രോഫി മാതൃകകളൊക്കെ തന്നെ ഉയർത്തിക്കൊണ്ടാണ് വലിയ രീതിയിൽ തെരുവിൽ ആഘോഷിക്കുന്നു. ഇനി IPL വരാനിരിക്കുന്നു. ആ ആഘോഷത്തിലേക്കൊക്കെ കടക്കും മുമ്പ് ഇന്ത്യക്ക് നൽകുന്ന ഏറ്റവും നല്ലൊരു സമ്മാനം കൂടിയാണ് ഈ ചാമ്പ്യൻസ് ട്രോഫി കിരീട നേട്ടം. രോഹിത് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കിരീട നേട്ടമാണ്. അദ്ദേഹത്തിന് ഒരുപക്ഷെ ഏകദിന ഫോർമാറ്റിൽ അദ്ദേഹത്തിൻ്റെ സ്ട്രോങ്ങസ്റ്റ് ഏരിയയിൽ ഒരുപക്ഷെ 2023 ഏകദിന ലോകകപ്പിൽ കിരീടം നേടേണ്ടതായിരുന്നു. ഒറ്റ മത്സരത്തിലെ തോൽവി വലിയ കണ്ണീരോടുകൂടിയാണ് രോഹിത് ശർമ്മ അന്ന് മടങ്ങിയത്. അതിനുശേഷം അദ്ദേഹം 2020 ലോകകപ്പ് നേടുമ്പോഴും ആരാധകരെല്ലാം പറഞ്ഞിരുന്നത് ഏകദിന ഫോർമാറ്റിൽ രോഹിത് 3 ട്രിപ്പിൾ സെഞ്ചുറി ഒക്കെ അടിച്ച ആ ഫോർമാറ്റിൽ രോഹിത്തിന് ഒരു കിരീടം വേണമെന്നതായിരുന്നു. ഒടുവിൽ രോഹിത് ശർമ്മ അങ്ങനെ അത് നേടിയെടുക്കുന്നു. ആരാധകർ ഈ നിമിഷത്തിൽ ആഗ്രഹിക്കുന്നത് രോഹിത് 2020 ലോകകപ്പിന് ശേഷം അപ്രതീക്ഷിതമായിട്ടൊരു വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയിരുന്നു. അത് ഇനി ഉണ്ടാവരുതേ, ഇത്തവണയുണ്ടാവരുതേ. 2027 ഏകദിന ലോകകപ്പിലും ഇന്ത്യയെ നയിക്കാൻ രോഹിത് വേണമെന്ന് തന്നെയായിരിക്കും രോഹിത് ആരാധകരുടെ ആഗ്രഹം. രോഹിത്തിൻ്റെ ക്യാപ്റ്റൻസിയെക്കുറിച്ച് ചിലരൊക്കെ തന്നെ വളരെ മോശമായി പറഞ്ഞിരുന്നു. ചില ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏറ്റവും മതിപ്പുളവാക്കാത്ത ക്യാപ്റ്റനാണ് ഇന്നേ വരെ കണ്ടിട്ടുള്ള ഏറ്റവും മോശം ക്യാപ്റ്റൻ എന്നൊക്കെ ചിലർ പറഞ്ഞു. അവരോട് ഒന്നേ പറയാനുള്ളൂ, ഒരുപക്ഷെ ഇതാണ് രോഹിത്തിൻ്റെ മതിപ്പുളവാക്കാത്ത പ്രകടനമെങ്കിൽ ഞങ്ങൾ ഇനിയും ഇത് കാണാൻ ആഗ്രഹിക്കുന്നു. രോഹിത് ഈ മതിപ്പുളവാക്കാനാവാത്ത ഈ പ്രകടനങ്ങൾ ഇനിയും തുടരൂ എന്നേ രോഹിത്തിനോട് പറയായിരുന്നു. അദ്ദേഹം തടിയനായിരിക്കാം, പക്ഷേ അദ്ദേഹം അടിച്ച അടികളൊക്കെ തന്നെ ഇന്ന് എന്തായിരുന്നു ഇന്ത്യക്ക് ഈ കിരീടം നേടിക്കൊടുക്കുന്ന പ്രകടനത്തിൽ എത്ര കണ്ട് നിർണായകമായിരുന്നു എന്ന് നമുക്കറിയാം. 7 4-ഉം 3 6-ഉം ആ രോഹിത് തുടക്കമിട്ട ആ വെടിക്കെട്ട് ഇന്നിങ്സ് തന്നെയാണ് ഇന്ത്യയുടെ അടിത്തറ ഒരുക്കിയതും ഇന്ത്യ ജയത്തിലേക്ക് നീങ്ങിയതും. രോഹിത് വീണെങ്കിലും ആ ഒരു പ്രകടനം മറ്റു ബാറ്റർമാർക്കും വലിയ രീതിയിൽ പ്രചോദനമാവുകയും അങ്ങനെ കിരീടത്തിലേക്ക് വരികയും ചെയ്തു. 5 IPL കിരീടങ്ങളും ചാമ്പ്യൻസ് ട്രോഫിയും ചാമ്പ്യൻസ് ലീഗും ഇന്ത്യക്ക് 2020 ലോകകപ്പ് നേടിത്തന്ന ക്യാപ്റ്റനെ ഒരുപക്ഷെ തള്ളിപ്പറഞ്ഞവരുണ്ടാവും. പക്ഷേ ഇന്ത്യൻ ആരാധകർ, രോഹിത് ആരാധകർ അദ്ദേഹത്തിൽ വിശ്വാസമർപ്പിച്ചു. ആ വിശ്വാസത്തിനുള്ള മറുപടിയാണ്, സമ്മാനമാണ് ഈ ചാമ്പ്യൻസ് ട്രോഫി കിരീടം എന്ന് പറയുന്നു. ICC ടൂർ കിരീടങ്ങൾ നേടിയെന്ന ഇന്ത്യൻ നായകന്മാരിൽ അങ്ങനെ രോഹിത് 2ാം സ്ഥാനത്തേക്ക് വരുന്നു. MS ധോണിക്ക് കീഴിൽ വരുന്നു. MS ധോണി 3 ICC കിരീടങ്ങൾ നേടിയിട്ടുണ്ടെങ്കിൽ രോഹിത്തിന് കീഴിൽ ഇത് 2ാം കിരീടം. കപിൽ ദേവിനും സൗരവ് ഗാംഗുലിക്കും ഒക്കെ തന്നെ മറികടന്നുകൊണ്ടുള്ള രോഹിത് ആ ലിസ്റ്റിൽ മുന്നിലേക്ക് വരുന്ന കാഴ്ച കാണൂ. ഇനി 2027 ലോകകപ്പിൽ രോഹിത് ഉണ്ടാകുമോ എന്നതാണ് അറിയാനുള്ളത്. എന്തായാലും വലിയ ആഹ്ലാദത്തിൻ്റെ നിമിഷം. കോഹ്ലി ഇന്ന് കീഴടങ്ങിയാൽ പോലും കോഹ്ലിക്കും ഈ ടൂർണമെൻറ്റ് അങ്ങേയറ്റം പ്രധാനപ്പെട്ടതാണ്. ഈ ടൂർണമെൻറ്റിൽ സെഞ്ചുറി നേടുന്നു. അദ്ദേഹം നിർണായക മത്സരങ്ങളിലൊക്കെ തന്നെ സ്കോർ ചെയ്യുന്നു. സെമി ഫൈനൽ അദ്ദേഹത്തിന് 85 റൺസ് അങ്ങേയറ്റം വിലപ്പെട്ടതാണ്. ഒപ്പം തന്നെ KL രാഹുലിനെ കുറിച്ച് പറയാതെ എങ്ങനെ പോകും? KL രാഹുലിനെ കഴിഞ്ഞ ഏകദിന ലോകകപ്പിൻ്റെ ഫൈനലിൽ അദ്ദേഹത്തിൻ്റെ ആ മെല്ലെപ്പൊക്കിന് വലിയ രീതിയിൽ വിമർശിച്ചവരാണ് പലരും. പക്ഷേ ഈ നിർണായക ഘട്ടത്തിൽ KL രാഹുൽ തൻ്റെ ക്ലാസ് എന്താണെന്ന് തെളിയിച്ച പ്രകടനമായിരുന്നു. അങ്ങനെ KL രാഹുലിൻ്റെ തന്നെ ഇന്ത്യയെ ജയത്തിലേക്ക് നയിക്കാൻ സാധിച്ചു. ഒപ്പം തന്നെ ശ്രേയസ് അയ്യർ ഒരുപക്ഷെ ഇന്ത്യൻ ആഭ്യന്തര സീസണിൽ കളിക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ പേരിൽ BCCI കോൺട്രാക്ട് നഷ്ടപ്പെട്ട ശ്രേയസ് അയ്യറുടെ കംബാക്ക് ടൂർണമെൻറ്റാണ്. ആ ടൂർണമെൻറ്റിൽ ഇന്ത്യയുടെ ടോപ്പ് സ്കോററായി മാറാനും ടൂർണമെൻറ്റിലെ ഏറ്റവും റൺവേട്ടക്കാരിൽ 2ാം സ്ഥാനത്തെത്താനും ശ്രേയസ് അയ്യർക്കായി 230 റൺസ് നേടി. അങ്ങനെ ശ്രേയസ് അയ്യർ ഇന്ത്യയെ ജയത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ഇന്നത്തെ 48 റൺസും അങ്ങേയറ്റം നിർണായകം. സച്ചിൻ രവീന്ദ്രയാണ് ടോപ്പ് സ്കോറെങ്കിൽ ഇന്ത്യക്ക് അഭിമാനമാകുന്നത്. ഇന്ത്യൻ റൺവേട്ടക്കാരിൽ 2ാമതുള്ളത് ഇല്ലെങ്കിൽ 1ാം സ്ഥാനത്തുള്ളത് ശ്രേയസ് അയ്യറാണ്. ഇന്ത്യയുടെ ശ്രേയസ് തെളിഞ്ഞു. ഇന്ത്യയുടെ സുവർണ ദിനമായി മാറിയിരിക്കുന്നു ഈ ദിനം. അതിൽ ശ്രേയസിൻ്റെ പങ്ക് അങ്ങേയറ്റം വളർന്നതാണ്. ഒപ്പം തന്നെ ഹാർദിക് പാണ്ഡ്യ, അദ്ദേഹം 2020 ലോകകപ്പിൽ നേടുന്ന വലിയ വിജയം, അതിൻ്റെ സമാനമായ രീതിയിലുള്ള പ്രകടനങ്ങൾ കഴിഞ്ഞ മത്സരത്തിലുണ്ടായി. ഇന്നത്തെ ആ സിക്സറും സച്ചിൻ രവീന്ദ്രയ്ക്കെതിരെ പറത്തിയ ആ വലിയ കുറ്റൻ സിക്സർ ഇന്ത്യയുടെ പ്രഷർ എത്ര കണ്ട് കുറച്ചു എന്ന് നമുക്കറിയാം. എന്തായാലും ഹാർദിക് പാണ്ഡ്യയ്ക്കും ഇത് സന്തോഷ നിമിഷം. ഇന്ത്യയുടെ ഒരു കൂട്ടായ വിജയം. ബൗളർമാരെ പറഞ്ഞു പോകാതെ എങ്ങനെ സാധിക്കും? മുഹമ്മദ് ഷമിക്കെതിരെ വലിയ രീതിയിൽ അധിക്ഷേപം ഉന്നയിച്ചവരുണ്ടാവും, അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞവരുണ്ടാവും. പക്ഷേ മുഹമ്മദ് ഷമി ഇന്നും നിർണായക വിക്കറ്റ് എടുത്തു. ഈ ടൂർണമെൻറ്റിൽ ഇന്ത്യയുടെ വിക്കറ്റ് വേട്ടക്കാരിൽ അദ്ദേഹം 9 വിക്കറ്റുമായി ഇന്ത്യയിലെ വിക്കറ്റ് വേട്ടക്കാരിൽ 1ാമനാണ്. ഒപ്പം തന്നെ കുൽദീപ് യാദവും വരുൺ ചക്രവർത്തിയും അദ്ദേഹത്തിന് മുമ്പൊരു തവണ ഈ ദുബായിൽ വന്നപ്പോൾ ഉള്ള അനുഭവങ്ങൾ ഒട്ടും തന്നെ വളരെ മോശപ്പെട്ട അനുഭവമായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ കംബാക്ക്, വർഷങ്ങൾക്ക് ശേഷമുള്ള ഇന്ത്യൻ ടീമിലേക്കുള്ള തിരിച്ചുവരവും വരുൺ ചക്രവർത്തിയും ആഘോഷമാക്കുന്നു. അങ്ങനെ ഒരു കൂട്ടായ്മയുടെ വിജയം, വലിയ ഒരു ഒറ്റപ്പെട്ട പേരുകളിലേക്ക് പോകാതെ ഒരു കൂട്ടായ്മയുടെ വിജയം
ഇൻഡിവിജ്വൽ ഇന്നിങ്സുകളും ഇല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ബ്രില്യൻസുകളും ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷേ ഒരു കൂട്ടായ്മയുടെ വിജയം തന്നെയാണ്. ആ കൂട്ടായ്മ നമുക്ക് നേടിത്തന്നത് 3ാം ചാമ്പ്യൻസ് ട്രോഫി കിരീടം. എന്തായാലും 8 മാസത്തിനിടെ ഇന്ത്യ 2ാം ICC കിരീടം നേടുന്നു. ഒരു ഘട്ടത്തിൽ നോക്കൌട്ട് മത്സരങ്ങളിൽ ഇല്ലെങ്കിൽ നിർണായക പോരിൽ കീഴടങ്ങുന്ന പതിവ് ഇന്ത്യ അങ്ങ് മറന്നിരിക്കുന്നു. അതങ്ങ് കയ്യിൽ നിന്ന് മാറ്റിവെച്ചിരിക്കുന്നു. ഇന്ത്യക്കിനി സുവർണ കാലഘട്ടം. ഇന്ത്യയുടെ നമ്പർ 1 സ്ഥാനം, ഏകദിനത്തിലെ നമ്പർ 1 റാങ്ക് വെറുതെ അല്ല എന്ന് തെളിയിക്കുന്ന പ്രകടനം, ഏകദിനത്തിലെ യഥാർത്ഥ ചാമ്പ്യന്മാർ ആരെന്ന് തെളിയിക്കുന്ന പ്രകടനം, ഓസ്ട്രേലിയയെ സെമിയിൽ വീഴ്ത്തിയതടക്കം നമുക്ക് മനസ്സിലാക്കാം. ഏകദിന ലോകകപ്പിലെ തോൽവി അതൊരു തോൽവി മാത്രമാണ്, ഒരു ദിവസത്തെ മോശം ദിനം മാത്രമാണ്. പക്ഷേ ഫൈനലിൽ ഇന്നത്തെ സെമിയിൽ നമ്മൾ കണ്ടതാണ് എന്താണ് ഓസ്ട്രേലിയക്ക് കൊടുത്ത മറുപടി എന്ന്. ഏകദിനത്തിലെ നമ്പർ 1 ടീം ഏതെന്ന് തെളിയിക്കുന്നു. അങ്ങനെ അപരാജിതരായി 5-ൽ 5 മത്സരങ്ങളും ജയിച്ച ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടുന്നു. വലിയ സന്തോഷത്തിൻ്റെ നിമിഷം, ആഹ്ലാദത്തിൻ്റെ നിമിഷം. ഇന്ത്യൻ ജനതയ്ക്കൊന്നാകെ തുടർച്ചയായ 2ാം ICC കിരീടത്തിൻ്റെ നിറവിലാണ് ടീം ഇന്ത്യ. 2020 വിശ്വകിരീടത്തിന് പിന്നാലെ അഭിമാനമായി വാനോളമുയർന്ന രാജ്യത്തിന്റെ അഭിമാനം ഇതാ വീണ്ടും ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടിയിരിക്കുന്നു ടീം ഇന്ത്യ. 2013 ശേഷം ഏകദിന ഫോർമാറ്റിൽ മറ്റൊരു വിശ്വ കിരീടം. രോഹിത്തിനെ സംബന്ധിച്ച് വിമർശനങ്ങൾക്ക് അദ്ദേഹം ഇന്ന് അടിച്ചിട്ട് ഓരോ റണ്ണും വിമർശനങ്ങൾക്കെതിരെ കൂടിയായിരിക്കുമെന്ന് സംശയം പറയേണ്ടി വരും. മോസ്റ്റ് ഇമ്പാക്ട്ഫുൾ ഇന്നിംഗ്സ് ഓഫ് രോഹിത് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഈ മത്സരത്തിന്റെ മാറ്റും സൗന്ദര്യവുമെന്ന് നമുക്ക് പറയേണ്ടി വരും. ചാമ്പ്യൻസ് ട്രോഫി ചാമ്പ്യന്മാരായി ഇന്ത്യ.